അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കൻ, അകത്തേതര കളരിക്കൽ, പാലക്കാട്. 2025 വർഷത്തിൽ പൊതുവെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന വർഷഫലത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ വർഷം വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് വീഡിയോ, തൊഴിൽ, ബിസിനസ്, മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തികം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഗുണങ്ങൾ, സ്ഥലം, വീട്, വാഹനാധികാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാഹം, വിദേശയോഗങ്ങൾ, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഈ വർഷത്തിൽ നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെ, ആർക്കൊക്കെയാണ് ഉയർച്ചയുള്ളത്, ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കൂറുകാർക്കാണ് ഏറ്റവും ഉന്നതി, അതുപോലെ തന്നെ ബിസിനസ് മേഖല എന്തൊക്കെയാണ് മാറ്റങ്ങൾ, പൊതുവെ പ്രവൃത്തി മേഖല, നമ്മുടെ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു അറിവ് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുതിയ വ്യക്തികൾക്കായിട്ടുള്ള അറിവാണ്. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വായിക്കുന്ന വർഷം എല്ലാ ലിങ്കുമുണ്ട്, ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. മാസഫലങ്ങൾ, വർഷഫലങ്ങളും, അതുപോലെ തന്നെ ദശാകാലങ്ങൾ, നക്ഷത്രഫലങ്ങളെല്ലാം, ജീവിതത്തിന് 1-ാം ഘട്ടം, പൊതുഫലം എന്നുള്ള 1-ാം ഘട്ടം, ജീവിതത്തിന് 2-ാം ഘട്ടം, മുതലായിട്ട് എല്ലാ യോഗങ്ങൾ, അങ്ങനെയുള്ള അനേകം വീഡിയോകൾ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. പലരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുന്ന വർഷം മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. അത് ഓൺലൈൻ കൺസൾട്ടേഷൻ രീതിക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ പേയ്മെൻ്റ് എല്ലാം വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും, അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക, ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വർഷം എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും 27 നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ വർഷത്തിൽ നമുക്ക് ഗുണദോഷങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ വൈകാതെ നമ്മുടെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ 2025 വർഷത്തിൽ ഉണ്ടാകുന്ന കർമ്മപരമായിട്ടുള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുള്ള ഒരു വർഷമായിട്ട് പറയുന്നു. ഇതുവരെ കർമ്മരംഗത്തുള്ളതായിട്ട് അശാന്തി മാറുകയാണ്. ആ ശനിമാറ്റം, കണ്ടകശനി മുതലായിട്ട് ദോഷങ്ങൾ തീരുന്നു. വ്യാഴമ്പഴ തീരുന്നു. ജന്മവ്യാഴം വന്ന് മാറി 2ലേക്ക് വ്യാഴം വരുന്നു. രാഹുകേതുക്കളുടെ മാറ്റം നമുക്ക് വരുന്നു. അത് മറ്റ് ഗ്രഹസഞ്ചാരങ്ങളെ കൊണ്ടൊക്കെ ഈ വർഷഫലത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇടവൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ളതായിട്ട് അശാന്തികൾ കംപ്ലീറ്റ് മാറി ഒരു നല്ലൊരു തെളിച്ചത്തിലേക്കും പ്രത്യേകിച്ച് നല്ലൊരു ഉയർച്ചയിലേക്കും വരേണ്ട ഒരു വർഷമായിട്ടാണ് ഈ വർഷം 2025 നമുക്ക് കടന്നു പോകുന്നത്. ഇതുവരെ നമുക്ക് വന്നു ചേരാത്തതായിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങൾ വന്നു ചേരും. നിലവിൽ ജോലി പ്രവർത്തിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റങ്ങൾ, നല്ല ഉന്നതി, സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, നല്ല പേര്, പ്രശസ്തി മുതലായിട്ട് കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. അതിന് തക്കതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ വർഷം വരുന്നത്. അപ്പോൾ ധാരാളം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഡിവൈൻ സപ്പോർട്ടോടുകൂടി കാലം നമുക്ക് കരുതി വെച്ചിരിക്കുന്ന സമയങ്ങൾ എന്ന് നമ്മൾ പറയുമല്ലോ. ആ ശനിയുടെ 11 സ്ഥിതി വളരെയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് വരുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങളെ നമ്മൾ പൂർവാധികം ശക്തിയായിട്ട് തന്നെ അംഗീകരിക്കാനായി കൊണ്ട്
നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കുക, എല്ലാം റിസീവ് ചെയ്യാനുള്ളതായിട്ടുള്ള മനസ്സോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ജോലി ലഭിക്കാനും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും വിദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയം. ഇവിടെ തന്നെ ഗവൺമെൻറ് തലത്തിലുള്ള പല അംഗീകാരങ്ങളും പ്രൊമോഷനും അവാർഡുകളൊക്കെ വന്നു ചേരേണ്ടതായിട്ട് സാധ്യതകൾ, പ്രത്യേകിച്ചൊരു ഭാഗ്യയോഗങ്ങൾ, ഉന്നതി, സമൂഹത്തിൽ നല്ല പേര്, അംഗീകാരങ്ങൾ, കർമ്മരംഗത്ത് നല്ല പേര്, പ്രശസ്തി മുതലായിട്ട കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് ഈ വർഷം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് ഇടവൻ രാശിക്കാർക്ക് കൂടുതൽ ഈ വർഷം ഊന്നൽ നൽകേണ്ടതും പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലയിലാണ് അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളതും നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖല, പിന്നെ ഫാർമസ്യൂട്ടിക്കലായിട്ട് വരുന്നതായിട്ടുള്ള കമ്പനികൾ പ്രവർത്തനം, അതിൻ്റേതായിട്ടുള്ള ഉൽപ്പാദനം, വിപണനം മുതലായിട്ട് കാര്യങ്ങൾ, പ്രൊഡക്ഷനും സെയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരും തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റത്തിലേക്കും നല്ല അഭിവൃദ്ധിയിലേക്കും വരാനുള്ള സാധ്യതകൾ, അതേപോലെ തന്നെ നഴ്സിംഗ് മുതലായിട്ടുള്ള മേഖലകൾ, അതിൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇതൊക്കെ വളരെയധികം ഉയർച്ചയിലേക്ക് വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ പൊതുവേ മെഡിക്കൽ മേഖലയിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത്. അതേപോലെ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും പറയത്തക്ക മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് IAS, IFS മുതലായിട്ടുള്ള മേഖലകൾ പ്രവർത്തിക്കുന്നവർ, മെക്കാനിസം മുതലായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അഗ്രികൾച്ചർ, പ്രത്യേകിച്ച് സർക്കാർ സർവീസ് മുതലായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഈ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ, സൂര്യൻ, ശനി, അതുപോലെ തന്നെ ബുധൻ മുതലായിട്ടുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളിൽ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല, അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കാണുന്നത്. വിദ്യാഭ്യാസം രംഗം പ്രത്യേകിച്ച് ഒരു വലിയൊരു മാറ്റത്തിന് തയ്യാറാവേണ്ട ഒരു സാഹചര്യം ഈ വർഷം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മളും അതിൻ്റേതായിട്ട് പ്രിപ്പറേഷൻ നല്ലതായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ നടത്തുന്നതായിട്ടുള്ള മേഖലകൾ, അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളായിട്ട് ബന്ധപ്പെട്ട മേഖല, അഗ്രികൾച്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾ, അതുപോലെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഹിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, രാഷ്ട്രീയം, കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, ഇവിടെയൊക്കെ വളരെയധികം ഉന്നതിയും അഭിവൃദ്ധികളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമായിട്ട് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ ശ്രമിക്കുന്നതായിട്ട് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ജോലി സാധ്യതകൾ വന്നു ചേരാൻ പറ്റുന്നൊരു വർഷമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. ഇതുവരെ ട്രാൻസ്ഫറൊക്കെ ലഭിക്കാത്തവർ തീർച്ചയായിട്ടും നല്ലൊരു ട്രാൻസ്ഫറൊക്കെ വാങ്ങി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഈ ജ്യോതിശാസ്ത്രം ഇതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പുരോഹിത വൃത്തികളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, ദൈവിക കാര്യങ്ങൾ, മഠങ്ങൾ, അതുപോലെ തന്നെ ചാരിറ്റി മുതലായിട്ട് പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, രാഷ്ട്രീയ മേഖലകൾ, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതായിട്ട് വ്യക്തികൾ, ഈ ഇത്തരം പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവൃത്തികളൊക്കെ വളരെയധികം വിജയപ്രദമായിട്ട് വരാനും അതിലൊക്കെ നല്ലൊരു കുറേ കാര്യങ്ങൾ അതിൽ ഈ വർഷം ചെയ്യാനുണ്ടാവുമെന്നാണ് പ്രത്യേകിച്ച് കാണുന്നത്. സന്നദ്ധ പ്രവൃത്തികളും സന്നദ്ധ സംഘടനകളും കൂടുതൽ ആക്റ്റീവാകും എന്നുള്ളത് ഈ വർഷം പ്രത്യേകിച്ച് കാണുന്നു. ഒരുപാട് സോഷ്യൽ വർക്കുകൾ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് എല്ലാവർക്കും പറയുന്നുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരേണ്ട ഒരു വർഷമാണ്. ഒരുപാട് അശാന്ത പരിശ്രമങ്ങൾ വേണ്ടിവരും, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ വേണ്ടിവരും. നല്ലതാണെങ്കിൽ അത് വളരെയധികം ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരാനും, നെഗറ്റീവാണെങ്കിൽ വളരെയധികം നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതകളും അത് മുഖാന്തരം തിരിച്ചടികളും വരാനുള്ള സാധ്യതകളുമുണ്ട്. ശനി അങ്ങനെയാണ്. ശനി എന്നുള്ളൊരു ഗ്രഹം നമ്മുടെ കർമ്മത്തെ സ്വാധീനിക്കുന്ന ആളാണ്. നമ്മൾ നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഏറ്റവും നല്ല സാധ്യതകളും ഏറ്റവും നല്ല സപ്പോർട്ടുകളും ശനി ചെയ്യും അങ്ങേയറ്റം. അതിൽ തെറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം നമ്മൾ ശിക്ഷിക്കാനും ബാധ്യസ്ഥനാണ് ശനി എന്നുള്ളതാണ്. അത്തരമാണ്. അതുകൊണ്ട് പൊതുവെ ഇടവരാശിക്കാർക്ക് ശനി യോഗകാരകനായതുകൊണ്ടും വളരെ സത്യസന്ധമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന പക്ഷം അത് ഭാവിക്ക് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് വരും എന്നുകൂടി ഈ വർഷം പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ വളരെ ക്ലീനായിട്ട് നിൽക്കണം ഈ വർഷം. മറ്റ് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളോ കൂട്ടുകെട്ടുകളോ മറ്റ് സാഹചര്യങ്ങൾ എന്താണെങ്കിലും
ഹെൽത്തി അല്ലാത്ത ബിസിനസ് മേഖല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വിട്ടു നിൽക്കണം. അല്ലാത്ത പക്ഷം അത് വലിയ നിയമപ്രശ്നങ്ങൾക്കോ ബാധ്യതകളിലേക്കോ അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്കോ പരാജയത്തിലേക്കോ അപവാദത്തിലേക്കോ കലാശിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ശനിയിൽ നമുക്ക് തരും. അപ്പോൾ ആ ഒരു ഗുണങ്ങളെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും നല്ലവണ്ണം വിശകലനം ചെയ്യുകയും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറി വരാനുള്ള സാധ്യതയും നമുക്ക് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. നമ്മൾ നിലവിൽ ചെയ്തിരുന്ന രീതികളൊക്കെ അല്പം ഒന്ന് മാറി പുതിയ രീതിയിൽ അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും പുതിയ സാഹചര്യങ്ങളും പുതിയ വ്യക്തിബന്ധങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. കൂടുതലെല്ലാം സ്വന്തം നിലയ്ക്ക് തന്നെ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇടവൻ രാശിക്കാർക്ക് നല്ലത് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. മറ്റുള്ളവർ ഇടവൻ രാശിക്കാരെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ഇടവൻ രാശിക്കാർ അങ്ങോട്ട് പോയി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത്ര കണ്ട് തന്നെ ശോഭിക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. വെച്ചാൽ ഇടവൻ രാശിക്കാർ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് വലിയ ലാഭമൊക്കെ വേണം, സമ്പത്തൊക്കെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കിയിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലാത്ത പക്ഷം ഒരുപാട് അങ്ങോട്ട് ചെയ്തു കൊടുത്ത് ക്ഷീണിക്കുന്നതായിട്ടുള്ള അവസ്ഥകളും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ തക്കതായിട്ടുള്ള അതിനനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതികളൊക്കെ വളരെയധികം നന്നാവും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മേഖലകൾ, ബാങ്കിങ്, നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾ, മറ്റെന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള സ്വാധീനങ്ങൾ വരാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു. ഇതിൽ ശ്രദ്ധയും കരുതലും വേണം. ആ ഡീലിംഗ് ഒക്കെ വളരെയധികം സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ തീർച്ചയായിട്ടും നന്നാവും. ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ലഭ്യതയൊക്കെ കുറയുമെങ്കിലും മറ്റ് സാധ്യതകളിലൂടെ അത് ബാലൻസ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെക്നിക്കലായിട്ടുള്ള മേഖല, ഈ ഇരുമ്പ് സംബന്ധിക്കുന്നതായിട്ടുള്ള മേഖലകൾ, ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, അതൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളൊക്കെ വളരെയധികം വിജയപ്രദമായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നു. മുമ്പ് നഷ്ടപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും സ്വത്തുവകകളോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനും അതിന് നിയമസാധ്യതകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്നതായിട്ട് കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനമായി ഈ വർഷം നമുക്ക് വന്നു ചേരേണ്ട പല കാര്യങ്ങളും വന്നു ചേരുക, അതിനൊക്കെ ഒരു യോഗം പ്രത്യേകിച്ച് ഇടവൻ രാശിക്കാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം ഗുണകരമായിട്ടൊരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് സാധൂകരിക്കാനായിട്ട് പരിശ്രമങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതല്ല, പരിശ്രമം തന്നെ നല്ലവണ്ണം വേണ്ടി വരും. പക്ഷേ എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാവും എന്നുള്ളതും കാണുന്നുണ്ട്. അതേപോലെ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ തീർച്ചയായിട്ടും നന്നായിട്ട് ശോഭിക്കും. ചിലവർക്ക് പ്രവൃത്തി മണ്ഡലങ്ങളൊക്കെ വിട്ട് സ്വന്തം ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള പല സംരംഭങ്ങളും തുടങ്ങാനുള്ള ഒരു സാധ്യതകൾ വരും. ചിലർക്ക് സ്ഥലം മാറ്റങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. നല്ല സ്ഥലങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാറി നേരത്തെ ചെയ്തിരുന്ന ബിസിനസ് മേഖലകളോ ഒക്കെ ഒന്ന് മാറുക, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറൊക്കെ വരിക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഒരു പുതിയ സ്ഥലത്തേക്ക് പോയി നമ്മൾ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ തുടങ്ങുക, അതിനൊക്കെ ഒരുപാട് ചേഞ്ചസ് ഈ പറഞ്ഞ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അത്തരം പ്ലാനുകളൊക്കെ നന്നായിട്ട് ചെയ്യുക. വിദേശയോഗങ്ങൾ കാണുന്നുണ്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലകളൊക്കെ ശോഭിക്കാൻ സാധ്യത കാണുന്നു. ഈ കപ്പൽ കടലൊക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, സീ ഫുഡ്സായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, അതൊക്കെ വളരെയധികം ശോഭിക്കാനും സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മൈനിങ്, ഓയിൽ മുതലായിട്ടുള്ള റിഫൈനറി മേഖലകളൊക്കെ ശോഭിക്കാനും മറ്റിതര ഇന്ധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പെട്രോളിയം മുതലായിട്ടുള്ള ഇന്ധനങ്ങളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശോഭിക്കാൻ സാധ്യത. അത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം നന്നായിരിക്കും. അതേപോലെ IT മേഖലകൾ, സാംസ്കാരിക മേഖല, സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്കൊക്കെ വളരെയധികം ലാഭകരമായിട്ടൊരു വർഷമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. അതേപോലെ മ്യൂച്വൽ ഫണ്ട്സ്, ഇതിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാവുന്നൊരു വർഷമായിട്ട് പ്രത്യേകിച്ച് പറയും. ഇൻവെസ്റ്റ്മെൻറ്റുകൾ ധാരാളം ഈ വർഷം ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് വരുമാനങ്ങളും ബിസിനസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാനും പ്രത്യേകിച്ച് സാധ്യതകൾ കാണുന്നു. അതുപോലെ പല സംരംഭങ്ങളും തുടങ്ങാനും ചെറുകിട സംരംഭങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു സാഹചര്യങ്ങളും അതിന് ഗവൺമെൻറ് സപ്പോർട്ടുകളും അതിൻ്റെ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ളതായിട്ടുള്ള പരിശ്രമങ്ങളും അത് വളരെയധികം വിജയപ്രദമായിട്ട് വരാനും നമുക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം മേഖലകളൊക്കെയാണ് ഈ ഇടവൻ രാശിക്കാർ പ്രത്യേകിച്ച് വരുന്ന കാര്യങ്ങൾ. അതേപോലെ ഈ നിയമം മുതലായിട്ട കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ, നേരത്തെ പറഞ്ഞ റവന്യൂ മുതലായിട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഈ IB രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, അങ്ങനെയുള്ളതായിട്ട് മേഖലകളായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൂടുതൽ ശ്രദ്ധയും കരുതലും ഒക്കെ വേണ്ട ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ശനിയുടെ സ്വാധീനങ്ങളൊക്കെ കൂടുതലാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. രാഹുവിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ
ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇടവൻ രാശിക്കാർക്ക് നമുക്ക് പൊതുവെയുള്ള ഒരു ഫലമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറെക്കുറെ നമുക്കൊരു 90% ഈ വർഷം നന്നായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ പരിശ്രമിച്ചിട്ടും ദൈവാനുഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുത്തും സൽക്കർമ്മങ്ങളിലൂടെയും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക, ഭഗവത് പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എല്ലാത്തിനും ഒരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവാനെ കൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നമ്മളത് ജനറലായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് അവരുടെ ജാതകം നോക്കി ഏതാണ് കർമ്മമേഖല എന്ന് കൂടുതൽ നമ്മൾ ശ്രദ്ധ ഊന്നി ഏതൊക്കെ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക, പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ടുള്ള സമയമാണോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ പ്രവൃത്തികൾക്കും ഇറങ്ങാൻ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ജാതക പരിശോധന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനെ കൊണ്ട് സാധിക്കും. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനകൾ നടത്തുക, ഭഗവത് പ്രീതി വരുത്തുക, നല്ലവണ്ണം മഹാവിഷ്ണു വചനം ചെയ്യുക, ശാസ്ത്രപ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമി നല്ലവണ്ണം ആരാധിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും ഈ വർഷം ഒരുപാട് ഉന്നതി, കർമ്മമേഖലയിൽ അഭിവൃദ്ധി കാര്യങ്ങളൊക്കെ വിജയപ്രദമായിട്ട് വരാനുള്ള യോഗം നമുക്കുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അറിവുകൾ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഈ പറഞ്ഞ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കയറി കാണാവുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നേരിൽ വരാനായിരിക്കും നേരിൽ വരാം. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇടവൻ രാശിക്കാർക്ക് ഈ വർഷം കാത്തിരിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ.